വെൽക്കം ടു അവർ ന്യൂ വ്ലോഗ്. യെസ്, അപ്പോൾ ഈ ഒരു വീഡിയോയിൽ കുറച്ച് ഇൻഫർമേഷൻ ഷെയർ ചെയ്യണം എന്നെനിക്ക് തോന്നിയിട്ടാണ് ഞാൻ കഴിഞ്ഞ വ്ലോഗിൻ്റെ അകത്ത് പറഞ്ഞത്. നിങ്ങൾക്ക് ഓർമ്മയുണ്ടെന്ന് കരുതുന്നു. അതായത് എനിക്ക് വർക്ക് ലൈഫ് ബാലൻസ് എനിക്ക് വേണം. ആക്ച്വലി ഞാൻ കുറേ യൂട്യൂബേഴ്സിൻ്റെയൊക്കെ വീഡിയോ കണ്ട സമയത്ത് ഞാൻ വിചാരിച്ചത് ഓക്കെ, വർക്ക് ലൈഫ് ബാലൻസ് എന്ന് പറഞ്ഞാൽ ജീവിതത്തിൽ ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ്. ഞാനിനി എന്തൊക്കെ ചെയ്യുകയാണെന്നുണ്ടെങ്കിലും വർക്ക് ലൈഫ് ബാലൻസിന് വേണ്ടിയിട്ടായിരിക്കണം ഞാൻ ചെയ്യേണ്ടത്. സോ അതായിരുന്നു എൻ്റെ ഓട്ടവും. ഞാൻ ഏറ്റവും കൂടുതൽ ശ്രമിച്ചുകൊണ്ടിരുന്നതും എനിക്ക് ആവണമെന്ന് ഞാൻ കരുതിക്കൊണ്ടിരുന്നതും ഈ വർക്ക് ലൈഫ് ബാലൻസാണ്. പക്ഷെ ഞാൻ പറയാലോ, വർക്ക് ലൈഫ് ബാലൻസ് എന്ന് പറഞ്ഞ സാധനമേ ഒരു മിത്താണ്. ഉള്ളത് പറയുക, വർക്ക് ലൈഫ് ബാലൻസ് എന്ന് പറഞ്ഞൊരു സാമാനമില്ല. ഞാൻ ഉദ്ദേശിക്കുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മൾ ഈ വർക്ക് ലൈഫ് ബാലൻസ് എന്ന് നാഴിക്ക് 40 വട്ടം പറഞ്ഞിട്ട് നമ്മളങ്ങ് എക്സോസ്റ്റഡ് ആവുക. അതായത് നമ്മൾ ലൈഫ് ഒന്ന് ബാലൻസ് ചെയ്യാനായിട്ട് അതായത് രാവിലെ 9 മുതൽ 5 വരെ പണിയെടുക്കുകയുള്ളൂ. അതിനുശേഷം ഞാൻ പണിയെടുക്കില്ല. കാരണം എനിക്ക് എൻ്റെ ഫാമിലി ആയിട്ടുള്ള മൊമെൻറ്റ്സ് അല്ലെങ്കിൽ എൻ്റെ ആ ഒരു ബാലൻസ് ചെയ്യാൻ വേണ്ടിയിട്ട്. ഞാൻ പറയാലോ, ഈ ബാലൻസ് ചെയ്യുന്ന പരിപാടി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു സൈഡിൽ നിന്ന് എന്തെങ്കിലുമൊക്കെ ഒരു സൈഡിൽ നിന്ന് പോവും. നമ്മൾ അതിനി ബാലൻസ് ചെയ്യാൻ പറ്റാത്തതുകൊണ്ടാണോ എനിക്കറിയില്ല. ഞാൻ എന്ത് ചെയ്തു, ഒരു റിസർച്ച് നടത്തിയപ്പോൾ പറയണത് എന്താണെന്ന് വെച്ചാൽ, ആക്ച്വലി വർക്ക് ലൈഫ് ബാലൻസിനേക്കാളും റിതം എന്ന് പറഞ്ഞിട്ടൊരു പ്രാക്ടീസാണ് ഏറ്റവും വർക്ക് ആവുന്നതും ഏറ്റവും ബെസ്റ്റ് എന്നാണ്. ദാറ്റ് മീൻസ് ഒരാഴ്ച നിങ്ങൾ കണ്ടിന്യൂസ് ആയിട്ട് നിങ്ങൾക്ക് ടൈം ലിമിറ്റ് ഒന്നും ഇല്ലാതെ വർക്ക് ചെയ്യൂ. എന്നിട്ട് ഒരാഴ്ച അല്ലെങ്കിൽ ഒരു 3-4 ദിവസം നിങ്ങളൊരു ബ്രേക്ക് എടുക്കൂ. അതായത് റീചാർജിങ് ടൈം എടുക്കൂ. അതേപോലെ തന്നെ ഇപ്പോൾ ഉള്ള ആളുകൾ ഹൈ പേയിങ് ജോബ് അല്ല അവർക്ക് വേണ്ടത്. അവർക്ക് കംഫർട്ടബിലിറ്റിയും ഫ്ലെക്സിബിലിറ്റിയും വേഴ്സറ്റൈലിറ്റിയാണ് വേണ്ടത്. നിങ്ങൾ എവിടെയെങ്കിലും ആരെങ്കിലുമൊക്കെ പറയുന്നത് കേട്ടിട്ടുണ്ടോ, എത്ര കോടി രൂപ തരാമെന്ന് പറഞ്ഞു കഴിഞ്ഞാലും പട്ടിയെ പോലെ പണിയെടുക്കാൻ ആർക്കും ഇഷ്ടമല്ല. എത്ര കോടി രൂപ തരാമെന്ന് പറഞ്ഞു കഴിഞ്ഞാലും എല്ലാവർക്കും അവരുടേതായിട്ടുള്ള രീതിയിൽ കംഫർട്ടബിളായിട്ട് വീട്ടുകാരുടെ കൂടെ ഉള്ള ടൈമൊക്കെ സ്പെൻഡ് ചെയ്ത് വേണം വർക്ക് ചെയ്യാൻ ഇഷ്ടം. അതാണ് വേണ്ടത്. ഞാൻ മനസ്സിലാക്കിയൊരു കാര്യമുണ്ട്, നമുക്ക് ഈ ബേൺ ഔട്ട് എന്ന് പറഞ്ഞിട്ടുള്ളൊരു സാധനം ഭയങ്കര ഇമ്പോർട്ടൻ്റാണ്. അത് ഈ ബേൺ ഔട്ട് വന്നു കഴിഞ്ഞാൽ വലിയ പാടാണ് അതിൽ നിന്ന് റിക്കവറായി ഒന്ന് സെറ്റായി വരാമെന്ന് പറയുന്നത്. അപ്പോൾ ഈ വർക്ക് ലൈഫ് ബാലൻസ് എത്ര നാൾ നമ്മളിങ്ങനെ പോവും? കാരണം ഞാൻ വിചാരിച്ചു ഓക്കെ, ഞാനൊരു ബിസിനസ് റൺ ചെയ്യുന്നു, എനിക്കിപ്പോൾ അത്യാവശ്യം ക്ലയൻസ് ഉണ്ട്, എല്ലാം വളരെ സ്മൂത്തായിട്ടാണ് മാനേജ് ചെയ്ത് പോകുന്നത്. അപ്പോൾ ഒരു വർക്ക് ലൈഫ് ബാലൻസ് ബിൽഡ് ചെയ്തെടുക്കാമെന്നൊക്കെ. എന്താ പ്രശ്നം എന്നറിയാമോ? ഞാനിപ്പോൾ എൻ്റെ ടീം ഭയങ്കര അടിപൊളിയാണ്, അല്ലാതെ ഞാൻ പറയണില്ല. എൻ്റെ ടീമിനെ ട്രസ്റ്റ് ചെയ്തിട്ട് ഞാൻ ഒരു വർക്ക് ലൈഫ് ബാലൻസിന് വേണ്ടിയിട്ട് ഞാനൊരു വൈകിട്ട് 4 മണി മുതൽ പിറ്റേ ദിവസം രാവിലെ 9 മണി വരെ ഞാൻ പണിയോ അല്ലെങ്കിൽ മെയിലോ ഒന്നും ചെക്ക് ചെയ്യില്ല എന്നൊരു തീരുമാനം എടുത്തു എന്നിരിക്കട്ടെ. എനിക്ക് എൻ്റെ ഫാമിലിയോ എൻ്റെ ഗേൾ ഫ്രണ്ടോ എൻ്റെ ബെസ്റ്റ് ഫ്രണ്ട്സൊക്കെ ആയിട്ട് എനിക്ക് ടൈം സ്പെൻഡ് ചെയ്യാൻ പറ്റും. പക്ഷേ ഞാൻ ഈ തിരിച്ച് വരുന്ന സമയത്ത് ബിസിനസ്സിൽ എൻ്റെ അറ്റൻഷൻ വേണ്ട പല കാര്യങ്ങളും ഉണ്ടായിരിക്കും. അത് ചിലപ്പോൾ ആ 4 മണി മുതൽ 9 മണി വരെ എടുത്ത ഗ്യാപ്പിൻ്റെ ഇടയ്ക്ക് ഒരു 20 മിനിറ്റ്സ് ഞാൻ ടൈം ഇതിൻ്റെ അകത്തേക്ക് ഇൻവെസ്റ്റ് ചെയ്ത് കഴിഞ്ഞാലോ 20 മിനിറ്റ്സ് ഞാനൊരു ചെക്ക് ഇൻ നടത്തി കഴിഞ്ഞാലോ എനിക്ക് സോൾവ് ചെയ്യാൻ പറ്റുന്നതായിരിക്കും. നമ്മളൊന്നും കോർപ്പറേറ്റ് ഒന്നും അല്ലല്ലോ. നമ്മളൊക്കെ ബിസിനസ് ലൈക്ക് ഒരു 10 പേരിറങ്ങുന്ന ഒരു ടീമൊക്കെ വെച്ച് ഓടിച്ചുകൊണ്ട് പോകുന്നവരല്ലേ. അപ്പോൾ ചില കാര്യങ്ങളിൽ എൻ്റെ അറ്റൻഷൻ വേണ്ടടുത്ത് എൻ്റെ അറ്റൻഷൻ തന്നെ വേണം. പക്ഷേ അതിന് പകരം ഞാനിങ്ങനെ ആലോചിച്ചപ്പോൾ ഒരാഴ്ച പ്രോപ്പറായിട്ട് അങ്ങ് വർക്ക് ചെയ്യുക, നല്ല എഫേർട്ട് എടുത്ത് നല്ല പുഷ് ചെയ്ത് അങ്ങ് വർക്ക് ചെയ്യുക. അടുത്ത ഒരു 2 ദിവസം ബ്രേക്ക് എടുക്കുക. ഈ 2 ദിവസം ബ്രേക്ക് എടുക്കുന്ന സമയത്തുള്ളൊരു ഗുണം എന്താണെന്ന് വെച്ചാൽ നമുക്കൊരു റീചാർജിങ് ടൈമാണ്. ഈ 2 ദിവസം ബ്രേക്ക് എടുത്തില്ലെങ്കിലും പ്രശ്നമാണ് ബേൺ ഔട്ട് ആവാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത്രയും വലിയ പാട് വേറൊന്നുമില്ല. അതൊരു സിൻഡ്രം ആണെന്നാണ് പറയണേ. അതായത് ബേൺ ഔട്ട് എന്ന് പറയുന്നത് നമ്മളിങ്ങനെ ചുമ്മാ ഒരു മനുഷ്യന് വെറുതെ വരുന്നതല്ല. അത് ആക്ച്വലി ഒരു അസുഖം പോലെയാണെന്നാണ് പറയണേ. ബേൺ ഔട്ട് വന്നു കഴിഞ്ഞാൽ ഭയങ്കര പാടാണ്. കാരണം എന്നേക്കാൾ അതറിയുന്ന വേറൊരാളുണ്ടെന്ന് തോന്നുന്നില്ല. ഞാൻ ബേൺ ഔട്ടൊക്കെ വന്ന് ഭയങ്കര ബുദ്ധിമുട്ട് നേരിട്ടിട്ടുള്ള ആളാണ്. അതായത് ഞാൻ യൂട്യൂബ് ഞാൻ യൂട്യൂബിൽ എനിക്ക് തോന്നുന്നു 2022-23 സമയങ്ങളിൽ നമുക്ക് റവന്യൂ ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണല്ലോ. നമുക്ക് പൈസ ഉണ്ടാക്കുക എന്നുള്ളതാണല്ലോ ഏറ്റവും വലിയൊരു സംഭവം. അപ്പോൾ ഈ പൈസ ഉണ്ടാക്കാൻ നമുക്ക് മാർക്കറ്റിംഗ് ഏജൻസി ഒരു സൈഡിൽ കൂടി പോകുന്നുണ്ട്. അതിൻ്റെ കൂടെ യൂട്യൂബ് ചാനൽ മാനേജ് ചെയ്യണം, യൂട്യൂബ് ചാനലിൽ വീഡിയോ ഇടണം. അപ്പോൾ ഞാൻ എന്ത് ചെയ്തു, എന്നെ തന്നെ പുഷ് ചെയ്യാൻ തുടങ്ങി. ഞാൻ ഒരു ദിവസം 3-4 വീഡിയോ ഒക്കെ എടുത്തിട്ട് ചത്ത് കിടക്കുമായിരുന്നു ഇവിടെ.
ഒരു 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 റെസ്പോൺസും ഇല്ലാതെ. അതായത് എവിടെയാണോ വീഡിയോ എടുക്കുന്നത് അതിൻ്റെ താഴെ കാർപ്പറ്റിൽ ഞാൻ കിടന്നുറങ്ങുമായിരുന്നു. ആ ഉറക്കം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കൂർക്കം വലിച്ച കിടന്നുറങ്ങണം. അതായത് അത്രയും ടയേർഡായിട്ടാണ് കിടന്നുറങ്ങണേ. ഈ ഉറക്കമൊക്കെ കഴിഞ്ഞിട്ട് എണീറ്റ് വീണ്ടും വീഡിയോ എടുക്കും. അങ്ങനെ 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 ഒരു 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 പരിധി കഴിഞ്ഞപ്പം ഈ വീഡിയോ എടുക്കുന്നതിൽ നിന്ന് ഞാൻ മനഃപൂർവ്വം, എൻ്റെ ടീമാണെന്നറിയാം, അതായത് എൻ്റെ ടീമാണ് എനിക്ക് സ്ക്രിപ്റ്റൊക്കെ റെഡിയാക്കിയിട്ട്, അതായത് പണ്ട് ഞാൻ എടുത്തുകൊണ്ടിരുന്ന എഫേർട്ടിൻ്റെ പാതി പോലും ഇപ്പോൾ എനിക്ക് എടുക്കേണ്ട കാര്യമില്ല. കാരണം ഞാനൊരു ടീമിനെ ബിൽഡ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ആ ടീം എന്നെ വന്ന് വിളിക്കുമ്പോൾ ഞാനൊരു എക്സ്ക്യൂസസ് പറഞ്ഞ് എനിക്ക് വയ്യ, എനിക്ക് തലവേദന, ഞാൻ എത്ര തവണ തലവേദനയൊക്കെ കള്ളം പറഞ്ഞിട്ടുണ്ടെന്നറിയോ? തലവേദനയൊക്കെ കള്ളം പറഞ്ഞ് ഞാൻ വെറുതെ ഇരിക്കുമായിരുന്നു. കാരണം ഞാൻ ബേൺഡ് ഔട്ടായിട്ട് ഞാൻ ആ ചെയ്യുന്ന പ്രോസസ്സ് എൻജോയ് ചെയ്യാതെയായി. ആൻഡ് ഇപ്പോഴും ഞാൻ കംപ്ലീറ്റ്ലി റിക്കവർ ആയി എന്ന് എനിക്ക് പറയാൻ പറ്റില്ല. കാരണം പല ടോപ്പിക് എടുത്ത് വീഡിയോ എടുക്കാനായിട്ട് ഞാൻ പ്രിപ്പയർ ചെയ്യുന്ന സമയത്തും എനിക്ക് വീഡിയോ ക്യാമറയുടെ ഫ്രണ്ടിൽ വന്നിരുന്ന് സംസാരിക്കുന്നത് വലിയൊരു എഫേർട്ടായിട്ട് മാറി. പിന്നെ ഞാൻ എന്ത് ചെയ്തു, ഒരു നല്ലൊരു ബ്രേക്ക് എടുത്തു. ആ ബ്രേക്കാണ് നിങ്ങൾ ഗാഡ്ജറ്റ്സ് മലയാളത്തിൽ കണ്ട ഒരു ബ്രേക്ക്. അത് എല്ലാ യൂട്യൂബേഴ്സിനും വേണം. ഞാൻ അന്ന് ആ ബ്രേക്ക് എടുത്ത് എന്നെ തന്നെ ഞാനൊന്ന് ഫ്രീ ആക്കി വെച്ചില്ല എന്നുണ്ടായിരുന്നെങ്കിൽ 100% ഉറപ്പാ ഞാൻ സർവൈവ് ചെയ്യൂലായിരുന്നു. ഞാൻ യൂട്യൂബിൽ സർവൈവേ ചെയ്യൂലായിരുന്നു. ഞാൻ യൂട്യൂബ് നിർത്തിപ്പോയേനെ. കാരണം ഇതിൻ്റെ സീരിയസ്നെസ് അത് അനുഭവിച്ചവർക്ക് മാത്രമേ മനസ്സിലാവുള്ളൂ. അപ്പം ഞാൻ എൻ്റെ എക്സ്പീരിയൻസിൽ നിന്ന് ഫിഗർ ഔട്ട് ചെയ്ത കാര്യമാണ്, വർക്ക് ലൈഫ് ബാലൻസും ഇതൊന്നുമില്ല. നമ്മൾ പണിയെടുക്കുക, ഒന്ന് റീചാർജിങ് ടൈം എപ്പോഴും കൊടുക്കുക. അതായത് ഒരാഴ്ച മൊത്തം നിങ്ങൾക്ക് പണിയെടുക്കേണ്ട അവസ്ഥ ഉണ്ടെങ്കിൽ ഒരാഴ്ച മൊത്തം റെഗുലറായിട്ട് പണിയെടുക്കുക. എന്നിട്ട് ഒരു ദിവസം 2 ദിവസം നിങ്ങൾക്ക് തന്നെ ഒരു ബ്രേക്ക് കൊടുക്കുക. അതേ വർക്കൗട്ട് ആവുള്ളൂ. എനിക്കറിയില്ല ഈ 9 to 5 ജോബ് ചെയ്യുന്നവർക്ക്. പിന്നെ നമ്മൾ സ്വന്തമായിട്ടൊരു ബിസിനസ് ചെയ്യുമ്പോൾ അതിൻ്റേതായിട്ടുള്ള സ്ട്രെസ്സും ടെൻഷനും ഒക്കെ കാണും. നമ്മൾ വേറൊരാൾക്ക് വേണ്ടി വർക്ക് ചെയ്യുമ്പോൾ നമുക്ക് അത്രയും ടെൻഷനും സ്ട്രെസ്സും ഉണ്ടാവണമെന്നില്ല. അതും മാറ്റർ ചെയ്യുന്നുണ്ട്. പിന്നെ നമ്മുടെ നാട്ടിൽ ഉള്ള ക്ലയൻസിനേക്കാളും അതായത് അബ്രോഡുള്ള ക്ലയൻസുമായിട്ട് പണിയെടുക്കാൻ ഭയങ്കര എളുപ്പമാണ്. അതായത് വലിയ പാടൊന്നുമില്ല നമുക്ക് അവരുമായിട്ട് പണിയെടുക്കാമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. ഇതെൻ്റെ അല്ല കേട്ടോ, ഈ സാധനങ്ങളൊക്കെ ഇതൊക്കെ എൻ്റെ ഈ വീട്ടിൽ താമസിക്കുന്ന വേറൊരാളുടെ. ഞാൻ പറഞ്ഞു വന്നത്, നിങ്ങൾക്കിപ്പോൾ ഒരു വർക്ക് ലൈഫ് ബാലൻസ് ഇല്ല, നിങ്ങൾ ഭയങ്കര സ്ട്രെസ്സാണെന്നുണ്ടെങ്കിൽ നിങ്ങളൊരു റിതം ഉണ്ടാക്കുക. ആ റിതമാണ് ഞാൻ ഇപ്പോൾ പറഞ്ഞു തന്നത്. അതായത് ഒരു ദിവസം മുതൽ ഒരു ആഴ്ചയിൽ ഇത്രയും ദിവസം വർക്ക് ചെയ്യുക. മേ ബി നിങ്ങൾക്ക് നാളെ ഒരു ഓഫ് എടുക്കാൻ പറ്റുമെന്നുണ്ടെങ്കിൽ ഒരു ഓഫ് എടുത്ത് ആ ദിവസം ഒന്ന് റീചാർജ് ചെയ്യാനായിട്ട് കൊടുക്കുക. എപ്പോഴും ഒരു റീചാർജിങ് ടൈം നമുക്ക് വേണം, ഇല്ലെങ്കിൽ നമ്മുടെ മുന്നോട്ട് പോകാൻ പറ്റില്ല. ഞാൻ വിചാരിച്ചത് റീചാർജിങ് ടൈമൊന്നും വേണ്ട, നമ്മൾ കോഫി റെഡ് ബുള്ളും എടുത്ത് കയറ്റിക്കൊണ്ടിരുന്നാൽ മതി, നമ്മളങ്ങ് കയറി പോകുമെന്നുള്ളതാണ്. കോഫി റെഡ് ബുള്ളും കയറ്റിക്കൊണ്ടിരുന്നത് കഴിഞ്ഞാൽ അവിടെ ഇരിക്കത്തേ ഉള്ളൂ, വേറെ ഒന്നും സംഭവിക്കില്ല. അപ്പോൾ ടെക്നിക്കലി ഇതാണ് റിയാലിറ്റി. നമ്മൾ എപ്പോഴും മേക്ക് ഷുവർ ചെയ്യുക ഹാപ്പി ആയിട്ടും ഹെൽത്തി ആയിട്ടും ഇരിക്കുക എന്നുള്ളത്. യെസ്, ഞാൻ ക്ലയൻറ്റിൻ്റെ കാര്യം പറഞ്ഞത്. നമ്മൾ റീസെൻ്റ്ലി ആണ് 2 ക്ലയൻസിനെ ഓൺബോർഡ് ചെയ്തത് ഫ്രം US, ഫ്ലോറിഡ. അപ്പോൾ ഇവർക്ക് ഉള്ള ഞാൻ അനുഭവിച്ച് തുടങ്ങി. ഇന്ത്യൻ ക്ലയൻസ് മോശമെന്ന് ഞാൻ ഒരിക്കലും പറയില്ല. പക്ഷേ കമ്പാരിറ്റീവ്ലി ഇന്ത്യയിലുള്ള ക്ലയൻസിനെ മാനേജ് ചെയ്യാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ്. നമ്മൾ ഇവിടെ, അതായത് ഒരു US ബേസ്ഡ് ആയിട്ടുള്ള അല്ലെങ്കിൽ ഒരു ഫോറിൻ ക്ലയൻറ്റിനെ നമ്മൾ 10 വേർഡ്സ് പറഞ്ഞ് എക്സ്പ്ലെയിൻ ചെയ്യേണ്ടടുത്ത് നമ്മുടെ ഒരു ഇന്ത്യൻ ക്ലയൻറ്റിനെ നമ്മളൊരു കഥ എഴുതി കൊടുക്കേണ്ടി വരും. ഇവർക്ക് കാര്യങ്ങൾ പറഞ്ഞാൽ മനസ്സിലാവാത്തൊരു സിറ്റുവേഷൻ. പിന്നെ ചില ക്ലയൻസിന് ഭയങ്കര സ്റ്റബൺനെസ് ഉണ്ട്. അവരുടെ പ്രോഡക്റ്റിൽ ഇഷ്യൂ ഉണ്ട് എന്ന് നമ്മൾ ഏതെങ്കിലും രീതിയിൽ പറഞ്ഞു കഴിഞ്ഞാൽ അവർ സമ്മതിക്കില്ല. പ്രോഡക്റ്റിൽ പ്രശ്നമുണ്ട്, നമുക്ക് പ്രോഡക്റ്റിൻ്റെ സ്ട്രക്ചർ ഒന്ന് മാറ്റണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവർ സമ്മതിക്കില്ല. പിന്നെ നമ്മൾ എന്തോന്ന് മാർക്കറ്റ് ചെയ്യാൻ? അതുകൊണ്ടാണ് ഞാൻ ഈ മാർക്കറ്റിംഗ് പരിപാടി അങ്ങ് പതുക്കെ ചവിട്ടിയത്. ആ സാധനം ചെയ്തിട്ട് കാര്യമില്ല. പിന്നെ നാട്ടിലാണോ മാർക്കറ്റിംഗ് ഏജൻസിക്ക് പഞ്ഞം. സോ ചുരുക്കി പറഞ്ഞു കഴിഞ്ഞാൽ, നിങ്ങൾ ക്രിയേറ്റീവ് ഇൻഡസ്ട്രിയിൽ വർക്ക് ചെയ്യുന്നവരാണെന്നുണ്ടെങ്കിൽ മേക്ക് ഷുവർ യു ക്രിയേറ്റ് എ റിതം റാദർ ദാൻ ഹാവിങ് എ വർക്ക് ലൈഫ് ബാലൻസ്. വർക്ക് ലൈഫ് ബാലൻസ് വിൽ ഓൾവേസ് ഡ്രെയിൻ യു ഔട്ട്, ഉറപ്പാണ്. സോ മേക്ക് ഷുഡ് യു ഗെറ്റ് സംതിങ് റിതമിക്. അതായത് ജസ്റ്റ് വർക്ക് ഫോർ 5 days, ടേക്ക് 2 days ഓഫ്, വർക്ക് ഫോർ 4 days, ടേക്ക് 1 day ഓഫ്. ഇങ്ങനെയുള്ള ഒരു റിതം പാറ്റേൺ കൊണ്ടുപോയി കഴിഞ്ഞാൽ ഇറ്റ് വിൽ ബി വെരി ഗുഡ് ഫോർ യു. ഐ ബീൻ ട്രൈങ് ദിസ് സിൻസ് ലാസ്റ്റ് 2 weeks ആൻഡ് ഇറ്റ് വർക്ക്സ് റിയലി ഗുഡ്. ഐ എം ടെല്ലിങ് യു, ഐ ഫീൽ സോ ഹാപ്പി, ഐ ഫീൽ സോ റിലീവ്ഡ് റൈറ്റ് നൗ. എൻ്റെ തലച്ചോറും സ്ട്രെസ് എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് ഇമാജിൻ പോലും ചെയ്യാൻ പറ്റില്ല. അത് വെച്ച് ഞാൻ പറയുവാണ്, ഇവിടെ നിങ്ങൾ അടിപൊളി ആയേ പറ്റൂ. മേക്ക് ഷുവർ. ഓക്കെ, അപ്പം ഈ ഒരു വ്ളോഗ്, ഇതൊരു വ്ളോഗ് എന്നൊന്ന് പറയാൻ പറ്റുമെന്ന് എനിക്ക് അറിഞ്ഞുകൂടാ.
എന്നെക്കൊണ്ട് പറ്റുന്ന രീതിയിലുള്ളൊരു ഇൻഫർമേഷൻ എനിക്ക് പാസ് ചെയ്യണമെന്ന് തോന്നി. എൻ്റെ ഒരു ഡെയിലി ലൈഫിൽ എനിക്ക് കുറച്ച് സമയം കിട്ടിയപ്പോൾ നിങ്ങളുടെ അടുത്തൊന്ന് സംസാരിക്കണമെന്ന് തോന്നി. ഞാൻ സംസാരിച്ചു. എല്ലാ ദിവസവും ഞാൻ ചെയ്യുന്ന പണി ഭയങ്കര സിമിലറാണ്. അതുകൊണ്ടാണ് എനിക്ക് എല്ലാ ദിവസത്തെയും സാധനം എനിക്ക് നിങ്ങൾക്ക് കാണിച്ചു തരാൻ പറ്റാത്തത്. ബട്ട് നമ്മളിതിൻ്റെ ഇടയിൽ ലൈവ് സ്ട്രീം വരാൻ പ്ലാൻ ചെയ്യുന്നുണ്ട്. ലൈവിൽ വന്നിട്ട് നിങ്ങളുടെ കൂടെ ഇരുന്ന് വർക്ക് ചെയ്യുക എന്നുള്ളൊരു പരിപാടി നമ്മൾ സെറ്റപ്പ് പ്ലാൻ ചെയ്യുന്നുണ്ട്. അതെല്ലാം ഞാൻ അപ്ഡേറ്റ് ചെയ്യാം. അപ്പോൾ താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ്. അടുത്ത വീഡിയോയിൽ കാണാം. ബൈ.